ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി കേരള സദ്യ സ്പെഷ്യൽ പാലടയാണ്. പിങ്ക് കളറിലുള്ള പാലട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതാ റൈസ് പാലട ബിറ്റ്സ് ആണ്, ഡബിൾ ഹോൾസിൻ്റെ ആണ്, ചെറിയ ബിറ്റ്സ് ആണ് കേട്ടോ. അതൊരു 200 ഗ്രാം ഉണ്ട്. ഇനി ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ പാലട ബിറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇനി നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വേണം നമുക്കൊന്ന് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പഞ്ചസാരയിൽ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. അതാ കണ്ടില്ലേ, കളർ ചേഞ്ച് ആവുന്ന കണ്ടില്ലേ? ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക്, ഇതിപ്പോൾ ഒരു 1.5 ലിറ്ററോളം പാലുണ്ട്, ആ പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ആ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, അത് നന്നായിട്ട് അതിൽ അലിഞ്ഞു ചേരണം. എന്നിട്ട് പാല് നന്നായിട്ട് തിളയ്ക്കണം. ഇനി നമുക്കിതാ നമ്മുടെ പാലട ബിറ്റ്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് കഴുകിയെടുക്കാം. ഇതുപോലെയാണ് കഴുകിയെടുക്കുന്നത്. നന്നായിട്ടൊന്നുകൂടെ കഴുകിയെടുക്കുക. ഒരു 2 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ പാല് നന്നായിട്ട് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ പാലട, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാലട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്നുകൂടെ തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പാലടയ്ക്ക് നന്നായിട്ട് മധുരം വേണം, അതിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായ പൊടിക്കാനായിട്ട് പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചാൽ മതി. ഏലക്കായ സീഡ്സ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ മതി, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഒന്നുകൂടെ തിളപ്പിച്ചു കൊടുക്കാം നമുക്ക്. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.